അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 4ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അദ്ദർസു റാബിഅ ബിലിസാനിൻ അറബി. ബോർഡിൽ മനോഹരമായ ഒരു ചാർട്ട്. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഐൻ, ഐൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹാ, യാ, ലാം അലിഫ്. കുട്ടികളെ, ഇതര ഭാഷകളിലുള്ള അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണം. അറബിയിൽ മാത്രമുള്ള ഏതാനും അക്ഷരങ്ങളും ഉണ്ട്. നിങ്ങൾ ചാർട്ടിൽ നിന്ന് അവ കണ്ടെത്തി എഴുതുക. ഈ അക്ഷരങ്ങളുടെ മഖ്റജ് നമുക്ക് പഠിക്കാം. മഖ്റജ് 1 സാ, നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തല, ഇവിടെ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നു. 2 ഹാ, തൊണ്ടയുടെ മദ്യം, ഇവിടെ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നു. 3 ഖാ, തൊണ്ടയുടെ മുകൾ ഭാഗം, ഇവിടെ നിന്ന് കാറ്റോടുകൂടി തഫ്ഖീമായി പുറപ്പെടുന്നു. 4 ദാൽ, നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തലകൾ, ഇവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്നു. 5 സായ്, നാവിൻ്റെ കൂർത്ത അറ്റം, ഇവിടെ നിന്ന് താഴെയും മേലെയുമുള്ള മുൻപല്ലുകൾക്കിടയിലൂടെ പുറപ്പെടുന്നു. 6 സ്വാദ്, നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും, ഇവിടെ നിന്ന് തഫ്ഖീമോടുകൂടെ പുറപ്പെടുന്നു. 7 ളാദ്, നാവിൻ്റെ അറ്റവും മേലെ അണപ്പല്ലുകളും, ഇവിടെ നിന്ന് തഫ്ഖീമോടെ പുറപ്പെടുന്നു. 8 ഐൻ, തൊണ്ടയുടെ മദ്യം, ഇവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്നു. 9 ഐൻ, തൊണ്ടയുടെ മുകൾ ഭാഗം, ഇവിടെ നിന്ന് കാറ്റില്ലാതെ തഫ്ഖീമോടെ പുറപ്പെടുന്നു. 10 ത്വാ, നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും, ഇവിടെ നിന്ന് കാറ്റില്ലാതെ തഫ്ഖീമോടെ പുറപ്പെടുന്നു. 11 ളാ, നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തലകൾ, ഇവിടെ നിന്ന് തഫ്ഖീമോടെ പുറപ്പെടുന്നു. 12 ഖാഫ്, നാവിൻ്റെ മുരടും അണ്ണാക്കും, ഇവിടെ നിന്ന് കാറ്റില്ലാതെ തഫ്ഖീമോടെ പുറപ്പെടുന്നു. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. 1 ചോദ്യം, നുജീബ് കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ ഹാ, ഐൻ. 2 നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തലയിൽ നിന്ന് പുറപ്പെടുന്ന 3 അക്ഷരം ദാൽ, ത്വാ, ളാ. 3 നാവിൻ്റെ മുരടും അണ്ണാക്കും ഏതക്ഷരത്തിൻ്റെ മഖ്റജാണ്? ഉത്തരം ഖാഫ്. 4 തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് കാറ്റോടെ കൂടി തഫ്ഖീമായി ഉച്ചരിക്കേണ്ട അക്ഷരം ഖാ. 2 നുക്കമ്മിൽ പൂരിപ്പിക്കുക. ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും ഡേഷിയുടെ മുരടുമാണ് മേലെ മുൻപല്ലുകളുടെ. 2 നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളുമാണ് ഡേഷിൻ്റെ മഖ്റജ് ളാദിൻ്റെ. 3 നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഡേഷുകളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ് മുൻപല്ലുകളുടെ. 3 നുജീബ്, ഉത്തരം എഴുതുക. ഐനിൻ്റെ മഖ്റജ് ഏത്? അത് എങ്ങനെ ഉച്ചരിക്കണം? തൊണ്ടയുടെ മദ്യം, ഇവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടും. 2 സായിൻ്റെ മഖ്റജ് ഏത്? അത് എങ്ങനെ ഉച്ചരിക്കണം? നാവിൻ്റെ കൂർത്ത അറ്റവും, ഇവിടെ നിന്ന് താഴെയും മേലെയുമുള്ള മുൻപല്ലുകൾക്കിടയിലൂടെ. 3 കാറ്റില്ലാതെ തഫ്ഖീമോടെ ഉച്ചരിക്കേണ്ട 3 അക്ഷരങ്ങൾ എഴുതുക. ഐൻ, ത്വാ, ഖാഫ്. 4 കാറ്റോടുകൂടി പുറപ്പെടുന്ന 3 അക്ഷരങ്ങൾ എഴുതുക. സാ, ഹാ, ഖാ. 5 സ്വാദ് എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് ഏത്? അത് എങ്ങനെ ഉച്ചരിക്കണം? ഉത്തരം നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും, ഇവിടെ നിന്ന് തഫ്ഖീമോടെ പുറപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.